നമസ്കാരം കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്നൊരു പാലസ് കാണാൻ വേണ്ടി പോവുകയാണ്. മസ്കറ്റിലുള്ള ഒരു പാലസ് കാണാൻ വേണ്ടി പോവുകയാണ്. ഖാസിർ അൽ ആലം എന്ന് പറയുന്ന പാലസാണത്. ഇത് പാലസിലേക്കുള്ള വഴിയാണ്. നല്ല മനോഹരമായ വീഥികൾ, ലാൻഡ്സ്കേപ്പൊക്കെ ചെയ്ത് നല്ല ഗ്രീനറി ആയിട്ടുള്ള ഒരു മേഖലയാണിത്. ഗ്രീനറി ഉള്ളൊരു മേഖലയാണ്. ഇവിടെ വരുമ്പോൾ നമുക്ക് നാടിൻ്റെ ഓർമ്മ വരും. ഒരു മലയാളിയെ സംബന്ധിച്ചിടത്തോളം ഗ്രീനറി ഒരു വല്ലാത്ത ഫീലാണ്. ഈ കാണുന്ന വൈറ്റ് ബിൽഡിങ്സ് എല്ലാം തന്നെ ഇവിടുത്തെ ഗവൺമെൻറ് ബിൽഡിങ്ങുകളാണ്, ഓരോ സ്ഥാപനങ്ങളാണ്. ഈ റൈറ്റ് സൈഡിൽ കാണുന്ന ഇവിടുത്തെ നാഷണൽ മ്യൂസിയമാണ്. പാലസിനടുത്ത് പാർക്കിംഗ് കിട്ടാൻ വലിയ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് നമ്മൾ പാർക്ക് ചെയ്യാം, ഇച്ചിരി ദൂരെയോട്ട് മാറി എന്ന് വിചാരിച്ചു. അങ്ങനെ ഞങ്ങൾ പാർക്കിംഗ് ഒക്കെ ചെയ്തതിന് ശേഷം നടന്നു പോവുകയാണ് പാലസിൻ്റെ കോമ്പൗണ്ടിലേക്ക്. നോക്കൂ, ഫുട്പാത്തൊക്കെ എത്ര ക്ലീനാണെന്ന് നോക്കി. ഗ്രാനൈറ്റൊക്കെ ഇട്ട് മനോഹരമാക്കി വെച്ചേക്കുന്നു. ഇതാണ് പാലസും അതിന് പരിസര പ്രദേശങ്ങളും. കൊട്ടാരത്തിൻ്റേതായ ഒരു ഗാംഭീര്യമുള്ള മേഖല തന്നെയാണിത്. ബോഗൻ വില്ലകളൊക്കെ ഉണ്ട്, നന്നായിട്ട് ക്രോപ്പ് ചെയ്ത് മനോഹരമാക്കി വെച്ചിട്ടുണ്ട്. ഈവനിങ് ടൈം ആയതുകൊണ്ട് ലൈറ്റുകളെല്ലാം, സ്ട്രീറ്റ് ലൈറ്റുകളെല്ലാം ഓണാണ്. അപ്പോൾ വ്യൂ, അതിൻ്റെ ഒരു കാഴ്ച ഒരു ദൃശ്യവിരുന്നാക്കി മാറ്റിയിട്ടുണ്ട്. നമ്മളിനി ക്രോസ് ചെയ്ത് അപ്പുറത്ത് പോകണം, എങ്കിലേ നമുക്ക് പാലസിൻ്റെ കോമ്പൗണ്ടിലെത്താൻ കഴിയുള്ളൂ. അങ്ങനെ ഞങ്ങൾ ക്രോസ് ചെയ്യാണ്. അങ്ങനെ കണ്ണാടി പോലെ കിടക്കുന്ന ഫുട്പാത്തിലൂടെ ഞങ്ങളങ്ങനെ മുന്നോട്ട് സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നു. ഇവിടെ ഒരു ബസ് കാണാം. ഇത് ഇവിടുത്തെ സിറ്റി ബസ്സാണ്, റെഡ് കളറിലുള്ള. വളരെ ചീപ്പ് റേറ്റാണ്. ഇതിൽ കയറി കഴിഞ്ഞാൽ മസ്കറ്റ് മൊത്തം ചുറ്റിക്കറങ്ങി കാണാൻ കഴിയും. ഒരു കക്ഷി നന്നായിട്ട് വീഡിയോ ഒക്കെ എടുക്കുന്നുണ്ട്. ധാരാളം ടൂറിസ്റ്റുകൾ ഇവിടെ വരാറുണ്ട്. ഇതൊരു ടൂറിസ്റ്റ് സ്പോട്ടാണ് മസ്കറ്റിൽ. ഏത് ഫോറിൻ ടൂറിസ്റ്റ് വന്നാലും അവരുടെ ടൂർ പ്ലാനിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു സ്പോട്ടാണ്. സിറ്റി ബസ്സൊക്കെ നോക്കും, നല്ല വൃത്തിയാണല്ലേ, ഒരു ഡസ്റ്റ് പോലും ഇല്ല. ഏറ്റവും വലിയ കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇത് മരുഭൂമിയാണ്. ഇവിടെ പൊടി അന്തരീക്ഷത്തിലുണ്ടാവും. എങ്കിലും ഈ ബിൽഡിങ്ങിലോ ഈ പരിസര പ്രദേശത്തോ പൊടിയോ ഡസ്റ്റ് എവിടെയെങ്കിലും കളക്ട് ചെയ്ത് കിടക്കുന്നത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ടോ? ഇല്ല. അതാണ് ഈ നാടിൻ്റെയൊക്കെ ഒരു ഒരു ക്ലീനിനെസ്സിന് കൊടുക്കുന്ന ഇമ്പോർട്ടൻസ്. നമ്മുടെ ഇന്ത്യയും ഇതുപോലെ ക്ലീനായി കിടക്കുന്ന ഒരു സുന്ദര കാലമാണ് നമ്മുടെ സ്വപ്നത്തിലുള്ളത്. ഒരു ഒമാനി ഫാമിലി ഇതാ പോകുന്നു. കന്തൂറൊക്കെ ഇട്ടിട്ടാണ് എപ്പോഴും നടക്കുക. വൈറ്റ് കളർ കന്തൂറയിലാണ് കൂടുതലും നമ്മൾ അവരെ കാണുന്നത്. ഇതുപോലെ ഗ്രേ കളറും ചിലരിടാറുണ്ട്. പാലസിന് ചുറ്റും ആ ട്രീസൊക്കെ നോക്കുക. ആ ട്രീസിൻ്റെ ലീവ്സിൽ പോലും ഒരു ഡസ്റ്റ് കളക്ഷൻ ഇല്ല. അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. കുറേ ഇന്ത്യൻസും ഒക്കെ പോകുന്നുണ്ട്, സാരിയൊക്കെ കൊടുത്തിട്ട് കുറേ ചേച്ചിമാരൊക്കെ അതാ പോകുന്നു. ഒരു കാറ് പോകുന്നുണ്ട്. ഇതൊരു ചൈനീസ് കാറാണ്, ശങ്കൻ. ഒക്കെ എത്ര ഫിനിഷിംഗ് ആണ്. BMW ഒക്കെ പോലെ മനോഹരമായൊരു വണ്ടി. ചൈനയുടെ ഒരുപാട് കാറുകൾ GCC മാർക്കറ്റ് കീഴടക്കിയിട്ടുണ്ട്. നമ്മുടെ ഇന്ത്യൻ വാഹന ബ്രാൻഡായ ടാറ്റയും മഹീന്ദ്രയും ഒക്കെ എന്നാണോ ഇങ്ങനെയൊക്കെ ഒന്ന് അവരുടെ പ്രസൻസ് കാണിക്കാൻ കഴിയുന്നത് എന്നെപ്പോഴും ചിന്തിച്ചു പോകുന്നു. ചൈന എല്ലാ രീതിയിലും അവരുടെ ടെക് പ്രോഡക്ട്സ് കൊണ്ടേ വേൾഡ് മാർക്കറ്റ് കീഴടക്കിക്കൊണ്ടിരിക്കുന്നു. മലയാളികളൊക്കെ ധാരാളം വരുന്നുണ്ട്. ഇത് രാജ്യം ഒമാനാണെങ്കിലും ഒരുപാട് ഇന്ത്യൻ കമ്മ്യൂണിറ്റി ഉണ്ട് ഇവിടെ. ഇന്ത്യക്കാർക്ക് ഒരുപാട് സ്വാധീനമുള്ള ഒരു സ്ഥലമാണിത്. ഈ പാലസ്, നേരെ കാണുന്നതാണ് നമ്മുടെ പാലസ്.
ഗോൾഡൻ കളറൊക്കെ കാണുന്ന ആ ഫ്രണ്ടേജ് ഉള്ളതാണ് പാലസ് എന്ന് പറയുന്നത്. ഈ പാലസിന് ഒരു ഇന്ത്യൻ കണക്ഷനുണ്ട്. കാരണം ഒരു ഇന്ത്യൻ ഫേമായിട്ടുള്ള ഷാപൂർജി പല്ലോൻജി അവരാണ് ഈ പാലസ് നിർമ്മിച്ചത്. ഇന്ത്യൻ ആർക്കിടെക്ചറൽ ഫേമാണ് അവർ. ഇത് 1972 ഈ പാലസ് പണി കഴിപ്പിച്ചത്. ഈ പാലസിൻ്റെ ചരിത്രം എന്ന് പറയുന്നത്, ഇത് 1972 പണി കഴിപ്പിച്ച പാലസാണെന്ന് ഞാൻ പറഞ്ഞു. അതിന് മുന്നേ ഒരു പാലസ് ഉണ്ടായിരുന്നു ഇവിടെ. അത് 1800 പണി കഴിപ്പിച്ച ഒരു പാലസ് ഉണ്ടായിരുന്നു. അതിൻ്റെ പേര് ബെയ്ത്ത് അൽ ആലം എന്നാണ്. ഇതിൻ്റെ പേര് കാസിർ അൽ ആലം. ഈ ബെയ്ത്ത് അൽ ആലം 1895 ഇവിടെ ഒരു ട്രൈബൽ ലഹള ഉണ്ടായപ്പോൾ അത് ഡാമേജ് ആയിപ്പോയി. അങ്ങനെ അന്നത്തെ രാജാവായിരുന്ന സുൽത്താൻ സയ്യിദ് ബിൻ തൈമൂർ അദ്ദേഹത്തിന് അത് പുതുക്കി പണിയാൻ കഴിഞ്ഞില്ല. കാരണം ഫണ്ടില്ലാത്തതുകൊണ്ട്. അങ്ങനെ അത് കുറേ നാൾ അങ്ങനെ കിടന്നു. പിന്നെ 20-ാം നൂറ്റാണ്ടിൽ സുൽത്താൻ സയ്യിദ് ബിൻ തൈമൂർ എന്ന് പറയുന്നത് 20-ാം നൂറ്റാണ്ടിൽ ഭരിച്ച രാജാവാണ്. അതിന് മുന്നേ ഉണ്ടായിരുന്ന രാജാവിൻ്റെ പേര് സുൽത്താൻ ഫൈസൽ ബിൻ തുർക്കിയാണ്. അദ്ദേഹത്തിനാണ് ഇത് പുതുക്കി പണിയാതെ അങ്ങനെ ഇടാൻ ഉള്ള ഒരു സാഹചര്യം ഉണ്ടായത്. അപ്പോൾ സുൽത്താൻ സയ്യിദ് ബിൻ തൈമൂർ സലാല ബേസ് ചെയ്തിട്ടാണ് ഇവിടം ഭരിച്ചത്. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ ഇത് ആ പഴയ പാലസ് പൂട്ടിക്കിടക്കുകയായിരുന്നു. പിന്നെ ഇന്നീ കാണുന്ന ഈ പാലസ് 1971 പഴയ പാലസ് പൊളിച്ചിട്ട് പുതുക്കി പണിഞ്ഞത് സുൽത്താൻ കാബൂസ് ബിൻ സായിദ് എന്ന് പറയുന്ന രാജാവാണ്. അദ്ദേഹമാണ് ഈ ഒമാനെ മാറ്റിയെടുത്തത്. ഇന്ന് കാണുന്ന ഒമാനെ ആക്കി മാറ്റിയത്, അതിമേൽ സൃഷ്ടിച്ചത് സുൽത്താൻ കാബൂസാണ്. ആ ഒരു ബഹുമാനം ഇവിടുത്തെ ജനങ്ങൾക്ക് സുൽത്താൻ കാബൂസ് എന്ന് വന്ന രാജാവിനോടുണ്ട്. ഈ പാലസിൻ്റെ പുറകുവശം എന്ന് പറയുന്ന ഒരു സമുദ്രമാണ്. 2 കോട്ടകൾക്ക് നടുവിലാണ് ഈ പാലസ് പ്ലേസ് ചെയ്തിരിക്കുന്നത്. 2 കോട്ടകളുണ്ട് ഈ 2 സൈഡിലായിട്ട് പാലസിൻ്റെ. ആ കോട്ടകൾ 16-ാം നൂറ്റാണ്ടിൽ പോർച്ചുഗീസുകാർ പണി കഴിപ്പിച്ചതാണ്. അൽ മിറാനി ഫോർട്ട് ആൻഡ് അൽ ജലാലി ഫോർട്ട്, അതാണ് ഈ 2 ഫോർട്ടുകൾ. ആ ഫോർട്ടുകൾക്ക് നടുവിലായിട്ടാണ് ഈ പാലസ് സ്ഥിതി ചെയ്യുന്നത്. നിലവിൽ ഈ പാലസിൽ രാജാവില്ല. രാജാവ് വേറൊരു പാലസിലാണ് താമസിക്കുന്നത്. ഇത് സെറമോണിയൽ പർപ്പസിന് വേണ്ടി മാത്രമാണ് ഈ പാലസ് ഉപയോഗിക്കുന്നത്. എന്ന് പറഞ്ഞാൽ മറ്റുള്ള രാജ്യത്തിൻ്റെ പ്രസിഡൻറ്റോ പ്രധാനമന്ത്രിയോ ഫോറിൻ ഡിഗ്നിറ്ററീസൊക്കെ വരുമ്പോൾ അവരെ സ്വീകരിക്കാനാണ് ഈ പാലസ് ഇപ്പോൾ ഉപയോഗിക്കുന്നത്. ഇതിപ്പം പാലസിൻ്റെ ഗേറ്റിൽ നിന്നാണ് നമ്മളിത് ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതിനകത്ത് കയറ്റി വിടില്ല, അകത്ത് പബ്ലിക്കിന് പ്രവേശനമില്ല. കണ്ടില്ലേ, ഇതൊരു മോഡേൺ പ്ലസ് ഒമാനി സ്റ്റൈലിലുള്ള ഒരു ആർക്കിടെക്ചറാണ്. നമ്മുടെ ഇന്ത്യൻ ഫേമാണ് ഇത് പണിതെന്ന് അറിയുമ്പോൾ വളരെ അഭിമാനം തോന്നുന്നുണ്ട്. കണ്ടില്ല, അത് ഫോക്കസ് ചെയ്യുമ്പോൾ നമ്മൾ ഒരു എംബ്ലം കാണുന്നുണ്ട്. അതാണ് ഇവിടുത്തെ ഗവൺമെൻറ് എംബ്ലം. നമ്മുടെ നാട്ടിലെ അശോക സ്തംഭം പോലെ ആ വാളൊക്കെ കാണുന്ന എംബ്ലം. എല്ലാ ഗവൺമെൻറ് പേപ്പറുകളിലും ആ എംബ്ലം നമുക്ക് കാണാൻ കഴിയും. പാലസിന് ചുറ്റും ഒരു നല്ല ഗാർഡനൊക്കെ ഉണ്ട്. മനോഹരമായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു ഗാർഡനുണ്ട്. ഈ ലൈറ്റിങ്ങും എല്ലാം കൂടെ വരുമ്പോൾ പാലസിനൊരു വല്ലാത്തൊരു ചന്തം തോന്നുന്നുണ്ട്. അതിനകത്ത് കയറി പോകണമെന്ന് ആഗ്രഹമുണ്ട്. എന്ത് ചെയ്യാൻ പറ്റും? കാരണം പബ്ലിക്കിന് അകത്തോട്ട് അലോ ചെയ്യത്തില്ല. ഇനി അകത്ത് കയറണമെന്നുണ്ടെങ്കിൽ നമ്മളൊന്നുകിൽ ഇന്ത്യയുടെ പ്രസിഡൻറ്റോ പ്രധാനമന്ത്രിയോ ഒക്കെ ആകേണ്ടി വരും. ഗാർഡൻ വളരെ വൃത്തിയായിട്ട് സൂക്ഷിച്ചിട്ടുണ്ട്. ഇവിടെ എന്ത് വോൾസ് ക്രിയേറ്റ് ചെയ്താലും അതെല്ലാം ക്ലാഡിങ് കൊണ്ടാണ് ഇവർ ചെയ്യുന്നത്. പെയിൻറ്റിങ്ങിൻ്റെ വർക്ക് കുറവാണ്. ഇവിടുത്തെ ഒരു വൈറ്റ് സ്റ്റോണിൻ്റെ ക്ലാഡിങ് കൊണ്ടാണ് ഇതെല്ലാം ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് ഇത് വൃത്തികേടാവില്ല. അതങ്ങനെ തന്നെ മെയിൻറ്റെയിൻ ചെയ്യാൻ കഴിയും. അങ്ങനെ ഒരു പ്രത്യേകതയുണ്ട്. അങ്ങനെ നിലവിൽ നമുക്ക് ഇതിനകത്ത് കയറാൻ കഴിയില്ല. കണ്ടില്ല, ഇത് പാലസും അതിൻ്റെ പരിസര പ്രദേശങ്ങളുമാണ്. എല്ലാം മലകളാണ് ചുറ്റും.
മലകളും പിന്നെ ഈ വൈറ്റ് ബിൽഡിങ്ങും ലൈറ്റിങ്ങും എല്ലാം കൂടെ വരുമ്പോൾ ഇവിടെ നിൽക്കുമ്പോൾ ഒരു വല്ലാത്തൊരു വളരെ മനോഹരമായൊരു ആംബിയൻസാണ്. പാലസിന് ചുറ്റും അനവധി മരങ്ങളൊക്കെ ഉള്ളതുകൊണ്ടേ കിളികളുടെ ഒച്ചയും ഒക്കെ ഉണ്ട്. കിളികളുടെ മ്യൂസിക്കാണ് എനിക്ക് ചുറ്റും. വീക്കെൻഡ്സിൽ ധാരാളം ഫാമിലീസ് ഇവിടെ വന്ന് ഫോട്ടോ എടുക്കാനും ഈ ലോണിലൊക്കെ ഇരിക്കാനും ഒക്കെ വരാറുണ്ട്. കാരണം നല്ലൊരു ആംബിയൻസ് ആണല്ലോ, ഒരു റിലാക്സേഷൻ കിട്ടും. ഇത് ഞാൻ പാലസിൻ്റെ ഒരു ബാക്ക് സൈഡിൽ വന്നിട്ടേ, അതിൻ്റെ ഒരു ബാക്ക് സൈഡല്ല, അതിൻ്റെ സൈഡിൽ വന്നിട്ട് ഞാനൊരു ഡിഫറെൻ്റ് ആംഗിളിൽ ഷൂട്ട് ചെയ്തതാണ്. കാരണം ഇവിടുന്ന് നോക്കുമ്പോൾ കുറച്ചും കൂടെ നമുക്ക് ക്ലോസ് ആയിട്ട് കാണാൻ കഴിയും. നല്ല അതിമനോഹരമായിട്ടുള്ളൊരു ആർക്കിടെക്ചർ തന്നെ. കിളികളുടെ മ്യൂസിക് കുറച്ച് നേരം കേൾക്കാം അല്ലേ. മനോഹരമായൊരു ചിത്രം പോലെയുണ്ട് കാഴ്ചകൾ. നീറ്റ്നെസ്സിന് കൊടുക്കണം കാശ്. അപ്പോൾ എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഇനിയും ഇത്തരം വീഡിയോകളുമായിട്ട് വരുന്നതായിരിക്കും.